നമസ്തേ. ഞാൻ ശ്രീരേഖ. രേഖ മേനോൻ ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട് കേട്ടോ. പിന്നെ ശ്രീവിദ്യാജി ഞാൻ ഒരിക്കലും മറന്നിട്ടില്ല കേട്ടോ. ഞാൻ ഇടയ്ക്ക് അന്വേഷിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഒരു സമയം മുടി കൊഴിച്ചിലൊക്കെ പറഞ്ഞു എന്ന് കേട്ടല്ലോ വീണ്ടും. പക്ഷെ മുടി കൊഴിഞ്ഞോട്ടെ, പകരം വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും കേട്ടോ. എന്തെങ്കിലും കാരണം കൊണ്ടാണോ മുടി കൊഴിയണേന്ന് നോക്കണം. വിറ്റാമിൻ്റെ കുറവുണ്ടാവാം, വിറ്റാമിൻ ഡി കുറവുണ്ടാവാം. അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. യൂറിനറി ഇൻഫെക്ഷൻ ആണോ, ചൂട് കൊണ്ട് പോവാം, പിന്നെ തൈറോയിഡ് ഉണ്ടോ, ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കണം. ഇതുകൊണ്ടിട്ടാണോ പോകുന്നത്, പൈൽസ്, അങ്ങനെ ഒരുപാട് പേർക്ക് പല പ്രശ്നങ്ങൾ കൊണ്ട് മുടി കൊഴിച്ചിൽ പോവാം കേട്ടോ, ഉണ്ടാവാം. അതുപോലെ വൈറ്റ് ഡിസ്ചാർജ് ഉള്ളവർക്കാണെങ്കിൽ പോവാം. ഇനി ഒന്നുമില്ല എന്ന് വെച്ചോളൂ, ഒന്നും ഇല്ലെങ്കിലും മുടി കൊഴിച്ചിലുണ്ടാവും. അത് ഞാൻ സ്റ്റേജസ് പറഞ്ഞല്ലോ, 3 സ്റ്റേജസ് പറഞ്ഞു ഹെയർ ഗ്രോത്തിൻ്റെ. അപ്പോൾ ആ സ്റ്റേജസ് കൊണ്ടും മുടി പോകും. പക്ഷെ പൊയ്ക്കോട്ടെ, ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഒരു നോർമലായിട്ടുള്ള ഒരു അസുഖവും ഇല്ലാത്ത ആൾക്ക് 100 മുടി വരെ, 100 മുതൽ 120 മുടി വരെ നമുക്കൊരു ദിവസം ഊരിപ്പോവാം കേട്ടോ. നോർമലായിട്ടുള്ള ഒരു വ്യക്തിക്ക് അങ്ങനെ ഊരിപ്പോവാം. പക്ഷെ പോകുന്ന അനുസരിച്ച് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. അതിന് വേണ്ടിയിട്ട് വരാനുള്ള ആ ചാൻസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ജെല്ല് പോലെയുള്ളതും പാക്കും ഹെയർ മാസ്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറയുന്നത്. അത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഫോളിക്കിൾസൊക്കെ ഓപ്പൺ ആവും. ഹെയർ മസാജ് പറഞ്ഞല്ലോ, കോമ്പിങ് മസാജ്. അപ്പോൾ ഈ അടഞ്ഞിരിക്കുന്ന ഫോളിക്കിൾസ് തുറന്നിരിക്കും, നമുക്ക് ഓപ്പൺ ആയി കിട്ടും ഈ ഇന്ന പോലെ ഉള്ള ഈ സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ. അപ്പം നമ്മൾ മുടിക്ക് ഹെയർ ഗ്രോത്തിനുള്ള എന്തൊക്കെയാണോ അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ഈ പറഞ്ഞ പോലെ സെറമായിട്ടും താളിയായിട്ടും ഒക്കെ നമ്മൾ ചെയ്യാം. അപ്പോൾ മുടി വളർന്നുകൊണ്ടിരിക്കും. പോകുന്ന മുടിയൊക്കെ പൊയ്ക്കോട്ടെ കേട്ടോ. അതിനൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ ഒരു ദിവസം മുടി ഊരിപ്പോകുമ്പോൾ നമ്മളൊന്ന് എണ്ണി നോക്കാം എത്ര മുടി പോകുന്നുണ്ട് എന്ന് നോക്കാം. 100, 120 മുടി വരെയും പോവാം. ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പറഞ്ഞ പാക്കും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക. ഈവനിങ് ടൈമിൽ നമുക്ക് ഏതാണോ ഇഷ്ടം ആ പാക്ക്, എളുപ്പം ചെയ്യാൻ പറ്റുന്ന പാക്ക് ഏതാണോ അത് ചെയ്യാം. അത് കഴിഞ്ഞ് ഈവനിങ് ടൈമിൽ നമ്മൾ മുടി ഇവിടുത്തിട്ട് മുടി പിന്നിട്ട് കിടക്കുക. മുടി പിന്നിട്ട് കിടന്നിട്ട് നെക്സ്റ്റ് ഡേ നമ്മൾ മുടി അഴിക്കുമല്ലോ, അഴിച്ചിട്ട് നോക്കാം എത്ര മുടി ഊരി പോകുന്നുണ്ട് എന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ദിവസത്തിനേക്കാളും എന്തായാലും ഈ പിന്നിട്ട് മുടി വിടുത്തി പിന്നിട്ട് കിടക്കുമ്പോൾ മുടി കുറവുണ്ടാകും, ഊരിപ്പോക്കൽ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരാഴ്ച ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഒരാഴ്ച നമ്മളൊന്ന് എണ്ണി നോക്കാം മുടി പോണ പോക്കൊക്കെ. ആദ്യത്തെ ദിവസം 100 ആണെങ്കിൽ പിറ്റേ ദിവസം 80 ആവും, പിറ്റേ ദിവസം 60. അങ്ങനെ ആ എണ്ണത്തിൽ കുറവുണ്ടാവും. അല്ലാതെ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് മുടി ഡെയിലി പോകുന്ന പോലെ നമുക്ക് തോന്നാം. അപ്പം നമുക്ക് വിഷമവും ടെൻഷനാവും. അതൊന്നും വേണ്ട കേട്ടോ. ഒരു ദിവസം നിങ്ങൾക്ക് 100, 120 മുടി വരെ നമ്മളെല്ലാവരുടെയും സ്ഥിതി അതാണ് കേട്ടോ. ആരുടെയും മുടി കൊഴിഞ്ഞു പോവാതിരിക്കില്ല. പക്ഷെ ഈ പോകുന്ന മുടിക്ക് പകരം മുടി വരാൻ വേണ്ടിയിട്ടാണ് ഈ മാസ്കും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യാൻ പറയുന്നത് കേട്ടോ. പിന്നെ പറഞ്ഞ പോലെ 3 സ്റ്റേജസ് ഉണ്ടല്ലോ, ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ കണ്ടു നോക്കൂ കേട്ടോ. മുടി ഉണ്ടായി, മുടി എങ്ങനെ ആയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ 3 സ്റ്റേജസ് പറഞ്ഞിട്ടുണ്ട്. മുടി പോകുന്നതും മുടി സ്ലോ ഡൗൺ ആയിട്ട് ഉള്ള ഗ്രോത്ത് അതുണ്ടാവും, റാപ്പിഡ് ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. ഇങ്ങനെ പലതരത്തിലുള്ള സ്റ്റേജസ് ആയിരിക്കും കേട്ടോ. ഒന്നും മുടി ഷെഡിങ് എന്ന് പറയും, ഊരിപ്പോക്ക് കൂടുതലായിരിക്കും. പക്ഷേ പോകുന്നതനുസരിച്ച് വന്നുകൊണ്ടിരിക്കും. നമ്മളുടെ പാക്കും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ ഈ കുറച്ച് നാളത്തെ ഈ ഒരാഴ്ച നിങ്ങളൊന്ന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. മുടി കൊഴിഞ്ഞു പോകുന്നത് എത്രയുണ്ടെന്ന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. അതിനുശേഷം നിങ്ങളത് നിർത്താം, മൈൻഡേ ചെയ്യണ്ട. മുടി പോകുന്നത് പൊക്കോട്ടെ, നമുക്ക് ഇതുപോലെ അപ്ലൈ ചെയ്യാം. ജെല്ലും കാര്യങ്ങളൊക്കെ ധാരാളം മുടി വളരും. നിങ്ങൾ മുടി, ഞാൻ പറഞ്ഞത് എല്ലാവരും മുടി ഇങ്ങനെ നോക്കുക. കണ്ടോ, ഇത് ഗ്രോത്ത് കണ്ടോ, ലെങ്തി ആയിട്ടുള്ള മുടിയാണോ ഷോർട്ടായിട്ടുള്ള മുടിയാണോ നോക്കുക. കണ്ടോ, ഷോർട്ടായിട്ടുള്ള മുടിയാണെങ്കിൽ പുതിയ മുടി വന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അത് മുടി പോയ മുടി തിരിച്ചു വരും കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് വിഷമിക്കണ്ട കേട്ടോ. വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ കണ്ടു നോക്കൂ കേട്ടോ. സ്റ്റേജസ് നമുക്ക് ഒരു കുഴപ്പമില്ല എന്നിട്ട് മുടി ഊരിപ്പോണം. പിന്നെ നമ്മൾ വെള്ളം ധാരാളം കുടിക്കണം കേട്ടോ. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്, ധാരാളം വെള്ളം കുടിക്കുക. ഈ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ താമരയല്ലി ദുബായിൽ കിട്ടുന്നില്ല എന്ന് പറഞ്ഞല്ലേ, അത് വിഷമിക്കണ്ട.
നാട്ടിൽ വരുന്ന സമയത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ട്സ് നാട്ടിൽ നിന്ന് അങ്ങോട്ട് വരുന്ന സമയത്ത് അവരോട് പറഞ്ഞ് ഏൽപ്പിച്ചാലും മതി കേട്ടോ. അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ താമരയെങ്കിലും വാങ്ങിച്ചു കൊണ്ടുവരാൻ പറഞ്ഞാൽ മതി. ഒരു 10 താമരയൊക്കെ മേടിച്ച് പാക്ക് ചെയ്ത് അവിടെ വന്നാൽ താമരയുടെ ഉള്ളിൽ നിന്ന് നമുക്കത് എടുക്കാൻ പറ്റും കേട്ടോ. നാട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ അവരെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ വാങ്ങിച്ചു കൊണ്ടുവരുമല്ലോ കേട്ടോ. പിന്നെ ഈ ബൾക്കായിട്ട് ഹെന്ന നമ്മൾ 1 kg പാക്ക് ചോദിച്ചാൽ അത് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. ഓൺലൈനിലൊക്കെ അന്വേഷിച്ച് നോക്കൂ കേട്ടോ. 1 kg വേണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അത്രയും ഉള്ളത് കിട്ടും കേട്ടോ. അങ്ങനെയൊക്കെയാണ് നമുക്ക് പിന്നെ ഇവിടെ നിന്ന് കൂടുതൽ ആവശ്യമുള്ള കാരണം കൂടുതൽ വാങ്ങിച്ചു വയ്ക്കുന്നതാണ് കേട്ടോ. പിന്നിട്ട് കിടന്ന് നോക്കൂ കേട്ടോ. പിന്നിട്ട് കിടക്കുമ്പോഴത്തേക്കും നമുക്ക് ആ മുടി ഊരിപ്പോക്ക് എന്തായാലും 100% ഉറപ്പാണ് കേട്ടോ. കൊഴിഞ്ഞു പോക്കൽ കുറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഇതുപോലെ വരാനായിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ തേച്ച് കൊടുക്കുക. മുടി എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുക, ചൂടില്ലാതെ ഇരിക്കുക, മനസ്സിലായോ? എപ്പോഴും നമ്മൾ എന്തെങ്കിലും ജെല്ലായിട്ടോ കാര്യങ്ങളായിട്ടോ നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ല കൂളിംഗ് എഫക്റ്റ് ഉണ്ടാവാം കേട്ടോ തലയോട്ടിലൊക്കെ. അപ്പം ഇതുപോലെയുള്ള നല്ല നല്ല മുടികൾ നമുക്ക് ഉണ്ടാവും കേട്ടോ. ഹെയർ ഗ്രോത്ത്, ഒരുപാട് ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ആഴ്ചയിൽ എങ്ങനെയായാലും നമ്മൾ ചെമ്പരത്തി താളി തേക്കാൻ ശ്രമിക്കുക കേട്ടോ. ചെമ്പരത്തി താളി മുടി വളരാനും അതുപോലെ നമുക്ക് തലയ്ക്ക് നല്ല തണുപ്പുണ്ടാവാനും സാധിക്കും. ഈ ചെമ്പരത്തിയുടെ പൂവും ഇലയൊക്കെ കൂടിയിട്ടുള്ള താളി കേട്ടോ. ചെമ്പരത്തി താളിയിൽ അല്പം നെല്ലിക്കപ്പൊടിയും കൂടി ഇട്ട് അപ്ലൈ ചെയ്തോളൂ. നല്ല രസമായിരിക്കും കേട്ടോ. മുടി കഴുകി കളഞ്ഞാൽ മതി വെറും വെള്ളത്തിൽ. അപ്പോൾ അതിൻ്റെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ പലതരത്തിലുള്ളതാണ് മുടി കൊഴിച്ചിൽ നിൽക്കാനായിട്ടും മുടി വളരാനായിട്ടും മുടി ഡ്രൈനെസ് മാറ്റാനും ഒക്കെ കൂടിയുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്നിട്ട് അതുപോലെ നമ്മൾ ചെയ്യുക. പിന്നെ ഒരു